നമസ്കാരം. മണി മാജിക്കിലേക്ക് സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, കയ്യിൽ കുറച്ച് പണം കിട്ടിയാൽ ആദ്യം കടം വീട്ടണോ അതോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണോ എന്ന് ചോദിക്കാറുണ്ട്. അതിനൊരു ഉത്തരമാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ പലർക്കും ചിലപ്പോൾ ഒരു ബോണസ് കിട്ടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു അസറ്റ് സെയിൽ ചെയ്തായിരിക്കാം, ഇത്തരത്തിൽ കുറച്ച് പണം കൈ വന്നാൽ നമ്മുടെ കടം എങ്ങനെ അത് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ കടം മുഴുവൻ അടച്ച് തീർത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ പല രീതിയിലാണ് കടം വരുന്നത്. ക്രെഡിറ്റ് കാർഡ് വഴി ഉള്ള കടമാകാം, പേഴ്സണൽ ലോണാവാം, ഹോം ലോണാവാം, കാർ ലോണാവാം, ഗോൾഡ് ലോൺ ആവാം. അങ്ങനെ പലതരത്തിലുള്ള ലോണുകളുണ്ട്. നമ്മൾ ഇത്തരത്തിലൊരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ലോൺ ആദ്യം നമ്മൾ അടച്ചു തീർക്കുക. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് നമ്മുടെ സാലറിയുടെ ഒരു 40% കൂടുതൽ ലോൺ ആവരുതെന്നാണ്. അത്തരത്തിൽ അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇത്തരം പണം ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ആരോഗ്യകരമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആരോഗ്യകരം എന്നത് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രായത്തിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലൊരു 10% തൊട്ട് 20% വരെ നമുക്ക് നിക്ഷേപിക്കാം. ഇനി അതല്ല, അത് അത്ര സെക്യൂരിറ്റി കൺസേൺ ഉണ്ട്, നമുക്ക് ലിക്വിഡിറ്റി കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലിടാം, അല്ലെങ്കിൽ FD പോലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ വളരെയധികം ലിക്വിഡിറ്റി കിട്ടുന്ന മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണാണ് കൂടുതലെങ്കിൽ നമ്മൾ ആദ്യം ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ അടച്ചു തീർക്കാനാണ് ഉപയോഗിക്കേണ്ടത്. കാരണം 24% തൊട്ട് 35% വരെ അതിന് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ അത്തരത്തിൽ ലോൺ എന്തെങ്കിലും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലോൺ അടച്ചു തീർക്കാം. ഇനി മറ്റുള്ള ഹോം ലോണോ ഗോൾഡ് ലോണോ ഒക്കെ ആണെങ്കിൽ വലിയ തുകകളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന തുക അതിനനുസരിച്ച് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലോണുകൾ നമുക്ക് ആദ്യം ക്ലോസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഈ 40% ഒന്നും നമുക്ക് ലോൺ വരുന്നില്ല എങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ അലോക്കേഷൻ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വിനിയോഗിക്കാം. അത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കടവും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ വേണം നമുക്ക് തീരുമാനമെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ പ്ലാനറിനെയോ മറ്റും സഹായത്തോടു കൂടി ഫണ്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് വിനിയോഗിക്കുകയാണ് വേണ്ടത്.